എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് ഫോളോ ചെയ്യുന്നില്ലേ? എല്ലാവരും മുടങ്ങാതെ ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് സ്കിൻ കെയർ ചലഞ്ച് വീഡിയോസ് ആണ് ഇപ്പൊ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. താഴെ എന്റെ ചാനലിന്റെ നെയിം കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എന്റെ ഹോം പേജിൽ പോകാൻ പറ്റും. അവിടെ എന്താ ഹോം, വീഡിയോ, കമ്മ്യൂണിറ്റി, പ്ലേലിസ്റ്റ് അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അതിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എന്താ നിങ്ങൾക്ക് കുറെ പ്ലേലിസ്റ്റുകൾ കാണാൻ പറ്റും. അതില് സ്കിൻ കെയർ ചലഞ്ച് മലയാളി മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം തൊട്ടേ ഉള്ള വീഡിയോസ് അതിലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാൽ ആദ്യം തൊട്ട് തുടർന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 30 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച് ആണ്. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യാം. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്കിൻ കെയർ ചലഞ്ച് വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം. ഓക്കെ, പക്ഷെ സ്കിൻ കെയർ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ടും, അതായത് ഇടുന്ന വീഡിയോസ് 30 ഡേയ്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു പോകേണ്ടതെന്ന്. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയുന്ന ടൈമിൽ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിന് മാത്രമുള്ള വീഡിയോസ് മാത്രം ചെയ്യാതെ ഫുൾ വീഡിയോസ് ചെയ്യാം കേട്ടോ. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അലോവേരയുടെ കൂടെ ഓറഞ്ച് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് നൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോയ്സ്ചറൈസർ ആയിട്ട്. അത് വളരെ നല്ലതാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും വരാറില്ല. കാരണം എന്റെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ടായിരിക്കും. ഇത് സെൻസിറ്റീവ് സ്കിൻ കൂടിയാണ് എന്റെ. അപ്പൊ നിങ്ങളിൽ ഓയിലി സ്കിൻ ഉള്ളവര് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് 1 അവറിന് ശേഷം വാഷ് ചെയ്ത് കളയാം. പക്ഷെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിരിക്കണം. കുറെ വട്ടം ഫേസ് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഓയിലി സ്കിന്നിനെ പറ്റിയ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാനൊരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചു തന്നു മാത്രം. ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാന്ന് വെച്ചാൽ അങ്ങനെയുള്ള നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാക്കാണ്, ഒരു ഫേസ് പാക്കാണ്. ഇനി അങ്ങോട്ടുള്ള ഈ ആഴ്ചയിൽ ഇടുന്ന വീഡിയോസ് മിക്കതും ഫേസ് പാക്കുകളാണ്. പല തരത്തിലുള്ള ഫേസ് പാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഞാൻ പറഞ്ഞത് റിങ്കിൾസിനുള്ളതാണല്ലോ, അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ താഴെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് അതിനുള്ള വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ ഈ പാക്കുകളൊക്കെ തന്നെ അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ പാക്കുകളിലും അതിന്റേതായ കുറെ ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പൊ പിഗ്മെന്റേഷൻ മാറാനായിട്ടുള്ള ഒരു പാക്ക് അങ്ങനെയല്ല ഞാൻ ഇടുന്നത്. ഫുൾ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതായത് നമ്മുടെ ഫേസിലുള്ള ഫൈൻ ആയിട്ടുള്ള റിങ്കിൾസ് ഉണ്ടായിരിക്കും, ഫൈൻ ലൈൻസ് ഉണ്ടായിരിക്കും, പിന്നെ മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകൾ, ബ്ലാക്ക് സ്പോട്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, അതായത് നമ്മുടെ ലിപ്സിന് ചുറ്റും ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുക, അതുമാതിരി തന്നെ നെറ്റിയിൽ ഭയങ്കര കറുത്തിരിക്കുക, ഈ താടിയുടെ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കാം, ബാക്കി ഭാഗമൊക്കെ ഒന്ന് എന്താ പറയാ വെളുത്തിരിക്കുക. അതുപോലെ കൈമുട്ട്, കാൽമുട്ട് ഒക്കെ പിഗ്മെന്റഡ് ഏരിയാസ് ആണ്. ഒന്ന് ഡാർക്ക് ആയിട്ട് ഇരിക്കണ്ടായിരിക്കും. ആ പിഗ്മെന്റേഷൻ മാറാൻ, അല്ലെങ്കിൽ ഓൾറെഡി ചിലർക്ക് ചില സമയത്തൊക്കെ ഓരോ ഏരിയാസിൽ ബ്ലാക്ക് കളറേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പിഗ്മെന്റേഷനുകൾ മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകൾ തന്നെയാണ്. അപ്പൊ ഒരു ഗുണമല്ല, പല ഗുണങ്ങളുള്ള പാക്കുകളാണ്. പിന്നെ ബ്ലാക്ക് സ്പോട്ട്സ് പോകാനും മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നല്ല, പതിയെ മാറ്റും. ഓക്കെ, നിങ്ങൾക്കറിയാം നാച്ചുറൽ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിട്ട നാളെ തന്നെ റിസൾട്ട് കിട്ടുന്നതല്ല. ഗ്രാജുവലി ആണ്, വളരെ പതുക്കെയാണ് റിസൾട്ട്സ് കിട്ടുള്ളൂ. ഓക്കെ, 30 ഡേയ്സ് കൊണ്ട് തന്നെ ഈ പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് മാറണമെന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറയുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. 3 മാസമെങ്കിലും ചെയ്താലാണ് ബ്ലാക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ ഒരുവിധമൊക്കെ മാറിക്കിട്ടുള്ളൂ, നല്ലപോലെ മാറിക്കിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും നിർത്തേണ്ടതല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഹാസൽ നട്ട്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഹാസൽ നട്ട്സ് നല്ലതാണ്, സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഹാസൽ നട്ട്സ്. ഒരു എന്താ പറയാ, കടലകൾ മാതിരിക്കും. നമ്മുടെ കടയിലില്ലേ, കടല പോലെ ഇരിക്കും, അതിന്റെ വലിയൊരു ഫോമിലിരിക്കും. ഇതാണ് ഹാസൽ നട്ട്സ്. ഇതിന്റെ ഈ പുറത്തുള്ള തൊലി നമ്മൾ കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും ഇത് കഴിക്കാൻ. നമ്മളിങ്ങനെ കണ്ടോ, ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് വേണം, ഇതിന്റെ ഈ പുറമേ ഉള്ള ഈ തൊലി ചിരണ്ടി കളഞ്ഞിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. എന്താ പറയാ,
വളരെ നല്ലതാണ് സ്കിന്നിന്. പക്ഷെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉള്ളതല്ല. നല്ല വലിയ വലിയ ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സിലൊക്കെ ഇത് കുറെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ലതാണ് കേട്ടോ അത്. പിന്നെ എന്താ ഇന്നത്തെ ഈ പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓപ്പൺ പോഴ്സ് ഉണ്ടല്ലോ, ഓപ്പൺ പോഴ്സ് ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫേസ് നല്ലപോലെ ടൈറ്റൻ ചെയ്യാൻ, ഫേസിൽ ബ്ലാക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അതുമാതിരി തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ്. നിങ്ങൾ പ്രത്യേകം കമന്റ് ബോക്സിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് പറ്റും എല്ലാ തരത്തിലുള്ള സ്കിൻ ടൈപ്പിനും പറ്റും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടുന്നവര് താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ ഞാനിവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസാണ്. റൈസ് നല്ല പോലെ വേവിച്ചിട്ടുള്ള റൈസ് വേണം. അപ്പോൾ അത് 2 വലിയ ടേബിൾ സ്പൂൺ ഞാൻ പാക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫേസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ 2 വലിയ സ്പൂൺ എടുക്കാം. നമ്മൾ ഫുള്ളായിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്, ബാക്ക് നെക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി വേണ്ടത് ഇതുപോലെ ഒരു പഴമാണ്. പഴത്തിൻ്റെ പകുതി ഭാഗം വേണം. ഇത്രയും മതി, ഒരു ചെറിയ ഭാഗം മതി. ഇത് റോബസ്റ്റ് പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമൊന്നും യൂസ് ചെയ്യരുത്. റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ചെറുപഴങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. നല്ല മാതിരി ബോയിൽഡ് പൊട്ടറ്റോ ആണ്. നല്ല പോലെ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ബോയിൽ ചെയ്യാൻ കാരണം എന്താണെങ്കിൽ ചിലർക്ക് ഒരു ഇച്ചിനെസ് വരാറുണ്ട്. പൊട്ടറ്റോ നേരിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിനെസ് വരും. ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, വേവിച്ചതാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും അതിൻ്റെ ഗുണങ്ങളും കുറയില്ല. എന്നാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് ഇച്ചിനെസ് ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുമാതിരി ഒരു ചെറിയ കഷ്ണം അതിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ്. പൊട്ടറ്റോ ഫുള്ളൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. അത് ഞാൻ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വേവിച്ച പൊട്ടറ്റോ വേണം. വേവിക്കാതെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാം, പക്ഷേ ചെറിയ ഇച്ചിനെസ് വരികയാണെങ്കിൽ എന്നെ ഒന്നും പറയരുത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിച്ച് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ്. റോ മിൽക്ക് ഞാൻ 3 വലിയ ടേബിൾ സ്പൂൺ റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പഴവും പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോയും ചോറും എല്ലാം കൂടി നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിക്സിയുടെ ജാറൊക്കെ നല്ലപോലെ ക്ലീൻ ആയിരിക്കണം. മുളകൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, നല്ലപോലെ കഴുകിയെടുത്തിരിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്, പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണി ഒരു വലിയ ടേബിൾ സ്പൂൺ ഹണി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലേ. ഹണി എന്ന് പറയുന്നത് നല്ല ഒറിജിനൽ ഹണി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഹണി നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിന്നിനെ ഫുൾ ഡേ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ഈ പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഹണിയും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പാക്ക് നല്ല മാതിരി മിക്സ് ചെയ്യണം. നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് നല്ലപോലെ മിക്സ് ആകുള്ളൂ. എന്നിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഇതിൽ നമ്മൾ ബനാന ആഡ് ചെയ്തിട്ടുണ്ട്. പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ടൈറ്റൻ ചെയ്യും, പോഴ്സൊക്കെ ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നത് കുറയും കേട്ടോ. അപ്പോൾ നല്ല മാതിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ് മസാജിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്തായാലും ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഏത് പാക്കാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. താഴോട്ട് വലിക്കരുത്. താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ മസാജ് ചെയ്യുന്ന ടൈമിൽ കേട്ടോ, താഴോട്ട് വലിക്കരുത്. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്കിൻ സാഗിങ് വരും, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾ ഈ ചലഞ്ചിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റെ സ്കിൻ കെയർ ചലഞ്ച് പ്ലേലിസ്റ്റ് ഉണ്ട്, അത് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. നിർബന്ധമായിട്ടും കാണുന്നത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. വീക്ക് 1 സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഈവനിങ് ടൈമിൽ വേണം അപ്ലൈ ചെയ്യാൻ. മോർണിംഗ് ടൈമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെയിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട്, സൺ ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്ത ഒരു എഫേർട്ടിന് കാര്യമില്ലാണ്ടായി പോകും. സൺ ടാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളാകും സ്കിൻ. അതുകൊണ്ട് ഈവനിങ്ങിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഈവനിങ്ങിൽ നമ്മൾ ബോഡി വാഷ് ചെയ്യുന്നതിനും 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മുന്നേ ഈ പാക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് കുളിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കഴുകിക്കളയാം.
അതിനുശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈവനിങ് ടൈമാണ്, അപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടായിരിക്കില്ല. പിറ്റേ ദിവസം മോർണിംഗിൽ നമുക്ക് വെയിൽ കൊള്ളുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ടൈമിലും ഈവനിങ്ങിൽ പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ഈ പാക്ക് 3 ലെയർ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം രണ്ടാമത്തെ ലെയർ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുക, പിന്നെ മൂന്നാമത്തെ, അങ്ങനെ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഫേസ് നല്ല പോലെ ടൈറ്റ് ആകും. അപ്പോഴാണ് ഫേസ് പാക്ക് നല്ല പോലെ നമ്മുടെ ഫേസിൽ പിടിച്ചിട്ടുണ്ട്, ഉണങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ പാക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് 1 മണിക്കൂറോളം എടുത്തു ഇതുപോലെ ഉണങ്ങി കിട്ടാനായിട്ട്. ഇനി ഇതിങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ വെറ്റാക്കുക, നല്ലപോലെ കുതിർക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് നല്ലപോലെ വെറ്റാക്കിയ ശേഷം മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ പാക്ക് റിമൂവ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ചുരണ്ടി ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതാ ഞാൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫേസ് മാത്രം വാഷ് ചെയ്തുള്ളൂ, ഞങ്ങളെ കാണിക്കാനാണ്. ബാക്കിയുള്ള ഏരിയ ഒക്കെ ഞാൻ ബോഡി വാഷ് ചെയ്യുന്നതിൻ്റെ കൂടെ വാഷ് ചെയ്ത് കളയും. അപ്പോൾ നല്ല ഗ്ലോ ഉണ്ട്, അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. പോഴ്സൊക്കെ നല്ലപോലെ ക്ലോസ് ചെയ്യും, നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യും. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഫേസ് വാഷ് ചെയ്യാൻ. സൈനസ് ഉള്ളവരാണെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക, അല്ലാത്തവർക്ക് ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യണം, നിർബന്ധമാണ്. പോഴ്സ് ക്ലോസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.